So in miniature painting, we are dealing with Rajasthani paintings subgenres. So in the previous video, we completed Mewar School of Painting and Kishangarh School of Painting. And now we are continuing with the Bundi School of Painting. ഇത് കൂട്ടത്തിൽ വെച്ച ഏറ്റവും സ്മോളർ ഫീച്ചേഴ്സ് ഉള്ള പെയിൻറ്റിംഗ് ആണ്. ഇതിനകത്ത് എസ്പെഷ്യലി ട്വിൻ കിങ്ഡംസ് ആണ് ഈ ഒരു ബൂന്തി സ്കൂൾ ഓഫ് പെയിൻറ്റിങ് കണ്ടുപിടിച്ചത്. ട്വിൻ കിങ്ഡംസ്. സോ ഏതാണ് രണ്ട് കിങ്ഡംസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ബൂന്തി ആൻഡ് ദ സെക്കൻഡ് കിങ്ഡം വാസ് കോട്ട. ഈ രണ്ട് കിങ്ഡംസ് ആണ് നമുക്ക് ഈ ഒരു സ്കൂൾ ഓഫ് പെയിൻറ്റിങ് കൊണ്ടുവന്നത്. ആൻഡ് ഇതിനകത്തെ മെയിനായിട്ടുള്ള ഒരു പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകത നമുക്ക് വെജിറ്റേഷൻ കാണാനായിട്ട് സാധിക്കും. ദെൻ ഡ്രമാറ്റിക് നൈറ്റ് സ്കൈസ്, ലൈക്ക് രാത്രികാലത്തെ നമ്മുടെ നൈറ്റിൻ്റെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെയാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ വെറൈറ്റി ഓഫ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, now let's move on to the next type of painting, that is Amber Jaipur School of Painting. So Amber Jaipur School of Painting സെയിം എന്താണ്, ഒരു മുഗൾ ഡൈനസ്റ്റി ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു റിസംബ്ലൻസ് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്ങിന് നമുക്ക് തോന്നാറുണ്ട്. ആൻഡ് ഈ ഒരു പെയിൻറ്റിങ്ങിനെ നമ്മൾ ദുന്ദർ സ്കൂളെന്നും ദുന്ദർ പെയിൻറ്റിങ് സ്കൂൾ ഓഫ് പെയിൻറ്റിങ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ആൻഡ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ജനീയത്തിലെത്തുന്നത് സവായ് പ്രതാപ് സിംഗിൻ്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, സവായ് പ്രതാപ് സിംഗിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു സ്കൂൾ ഭയങ്കര ജനത്തിലെത്തുന്നത്. ഇനി ഇതിനകത്തെ തീംസ് വരുന്നത് ഭഗവത പുരാണ, രാമായണ ആൻഡ് രാഗമാല, ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തെയും തീംസ് വരുന്നത്. സോ ദിസ് ഈസ് ഓൾസോ സിമിലർ ടു the themes associated with the Rajasthani School of Painting. Okay, now the next type of painting ആണ് വരുന്നത് മാർവാർ. മാർവാർ കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് പെയിൻറ്റിംഗ് ആണ്. ഇതിന് എന്താണ്, 3 സ്റ്റൈൽസ് ആണ് പറയുന്നത്. ഈ ഒരു പെയിൻറ്റിങ്ങിന് 3 സ്റ്റൈൽസ് ആയിട്ട് പിടിച്ചു. അപ്പോൾ അതിനകത്തെ ഫസ്റ്റ് സ്റ്റൈലാണ് ജോധ്പൂർ സ്റ്റൈൽ. ഓക്കെ, 3 സ്റ്റൈൽസിലാണ് ഈ പെയിൻറ്റിങ് വരുന്നത്. അപ്പം ആദ്യത്തേതാണ് ജോധ്പൂർ സ്റ്റൈൽ വരുന്നത്. അപ്പോൾ ജോധ്പൂർ സ്റ്റൈലിൽ നമുക്ക് കുറേ സാൻഡ് ഡ്യൂൺസിൻ്റെ ആ ഒരു ഡെപ്പിക്ഷൻ വെച്ചിട്ടാണ് പെയിൻറ്റിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തോണി ബുഷസ്, പിന്നെ ആനിമൽസിൻ്റെ ഡെപ്പിക്ഷൻ വരുന്നുണ്ട്. ഡിയർ, ക്യാമൽ, ക്രോ, ഹോഴ്സസ്, ഇങ്ങനത്തെയൊക്കെ ഡെപ്പിക്ഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ജോധ്പൂർ സ്റ്റൈലിൽ. ഓക്കെ, ദെൻ വരുന്ന അടുത്ത സ്റ്റൈലാണ് ബിക്കാനർ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ബിക്കാനർ സ്റ്റൈലിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ലൈക്ക് ഈ ഒരു എന്താണ്, മുഗൾ സ്റ്റൈലിലെ സിമിലർ തീംസാണ് ഇവിടെയും വരുന്നത്. റിലീജിയസ് ആയിക്കൊള്ളട്ടെ എല്ലാം. ഓക്കെ, പിന്നെ ഉള്ളതൊരു ഒരേ ഒറ്റ ലാസ്റ്റ് സ്റ്റൈലാണ്, ദറ്റ് ഈസ് ജയ്സാൽമർ സ്റ്റൈൽ. ആൻഡ് അതും ഇതൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഈ 2 ഫീച്ചേഴ്സും വരുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ് നമുക്ക് മാർവാർ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിൽ നമുക്ക് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് രാജസ്ഥാനി സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിലെ ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്, അതാണ് നമുക്ക് പഹാരി സ്കൂൾ ഓഫ് പെയിൻറ്റിങ് വരുന്നത്.
സോ ഈ ഒരു പഹാരി സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ് എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിലെ ഹിമാലയൻ ഫുഡ് ഹിൽസിലാണ് ഡെവലപ്പായി കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ആൻഡ് എസ്പെഷ്യലി രാജ്പുത് കിങ്ഡംസ് ഉണ്ടായിരുന്ന റീജിയൻസിലാണ് നമുക്ക് പഹാരി സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ് കാണാനായിട്ട് സാധിക്കുന്നത്. ലൈക്ക് ഹിമാചൽ പ്രദേശ്, ദെൻ ജമ്മു, ഇങ്ങനത്തെ റീജിയൻസിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സ് വരുന്നത്. പിന്നെ പഞ്ചാബിൽ നമുക്ക് ഈ ഒരു പെയിൻറ്റിങ്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ഉത്തരാഖണ്ഡ്. ഓക്കെ, ഈ ഒരു റീജിയൻസിലാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് തീംസിനെ പറ്റി പറയുമ്പം മിത്തോളജിയിൽ നിന്നും ലിറ്ററേച്ചറിൽ വരെയുള്ള തീംസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ പഹാരി സ്കൂൾ ഓഫ് പെയിൻറ്റിങ് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ബസോലി, കാംഗ്ര, ജമ്മു ആൻഡ് ഡോഗ്ര. ഇതാണ് 3 ടൈപ്സ് ഓഫ് പഹാരി പെയിൻറ്റിങ്സ്. So with that we came to an end with the Rajasthani school of painting. പക്ഷേ നമ്മൾ പഹാരിയുടെ ഈ 3 സ്റ്റൈലും കൂടെ കഴിയുമ്പോഴേ നമുക്ക് ആ മിനിയേച്ചർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു കംപ്ലീഷൻ ആവത്തുള്ളൂ. സോ വിത്ത് ദാറ്റ് വിൽ ബി കമ്മിങ് ടു ദ നെക്സ്റ്റ് വീഡിയോ. ആ വീഡിയോയിൽ നമ്മൾ മിനിയേച്ചർ പെയിൻറ്റിങ്സ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുന്നതായിരിക്കും. ഓക്കെ, സോ സീ യു സൂൺ. Hope you enjoyed it and understood it.